ഹലോ. അതേ, വെള്ളയപ്പം എത്ര ഉണ്ടാക്കിയിട്ടും ശരിയായില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടല്ലേ. ഇന്ന് നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ നാളികേര വെള്ളം ഒന്നും ഉപയോഗിക്കാണ്ട് സോഫ്റ്റ് വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ് അളവ്. എന്നിട്ട് നമുക്കതിൽ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാണ്ട് നമ്മളതിലേക്ക് 1 കപ്പിന് 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒന്ന് കുതിരാൻ വയ്ക്കാം. നമ്മൾ കുതിർക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കരുത്. ചിലർ കണ്ടിട്ടുണ്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുതിർക്കാനിരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഒന്ന് കുതിർന്ന് കിട്ടണം. അതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒന്ന് മുകളിൽ നിൽക്കണം. അത്രയും മാത്രം വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു 5 മണിക്കൂറോളം നമുക്കത് കുതിർത്തെടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ ഇത് ചൂടാവാനും പാടില്ല. അപ്പോൾ ഒരു 4-4.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉഴുന്ന് ചേർത്തുണ്ട്. അപ്പോൾ അത് അരയ്ക്കുമ്പോൾ ചൂടാവാതിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ള അവൽ ഒന്ന് കുതിർത്തത് നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് അവൽ വെള്ള അല്ലെങ്കിൽ ബ്രൗൺ കളർ എടുക്കാം. വെള്ളയായ അതിൽ വെള്ളയപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടും. ഇനിയിപ്പോൾ അവലില്ലെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച അരിയും ഉഴുന്നും ഉലുവയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ അതിലൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ ഈ അരിയും ഉഴുന്നൊക്കെ കുതിർക്കാനിട്ട വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ലോണം ലൂസാവരുത്, എന്നാൽ നല്ല തിക്കും ആവരുത്. അത് നന്നായിട്ടൊന്ന് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. തരികളൊന്നും പാടില്ല. അത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളികേര വെള്ളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളയപ്പം പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. ഒരു നല്ലൊരു ടേസ്റ്റും നമുക്കത് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് അടിയിലുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മാവ് പിറ്റേ ദിവസത്തേക്ക് നല്ലോണം പൊങ്ങി വരുള്ളൂ. നമുക്കിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എന്തായി നോക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല തണവുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മീതെ ഈ പാത്രം വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പക്ഷേ ഈ പാത്രം ആ ചൂടുവെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പാടില്ല. അതിൻ്റെ ചൂട് ഈ പാത്രത്തിലേക്ക് തട്ടാനേ പാടുള്ളൂ. കണ്ടില്ലേ, നെക്സ്റ്റ് ഡേ നമ്മുടെ വെള്ളയപ്പം നന്നായിട്ടൊന്ന് പതഞ്ഞിട്ടുണ്ട്. ഓവറായിട്ട് പൊങ്ങി വരില്ലെങ്കിലും നന്നായിട്ടൊന്ന് പതഞ്ഞു വരും. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ. ഇതിനായിട്ട് ഞാനൊരു വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവി മാവ് അതിലൊഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ മാവ് ഒഴിച്ചോടനെ തന്നെ തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അപ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വെള്ളയപ്പത്തിൽ നിറയെ ബബിൾസ് വന്നത് കണ്ടില്ലേ. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് കിട്ടുക. നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ നാളികേര വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. എങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടെക്സ്ചറോട് കൂടിയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാ വെള്ളയപ്പവും ഉണ്ടാക്കിയിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ വെള്ളയപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഞാനിവിടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളയപ്പത്തിന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്